ഇത് സതീശനല്ല, ഞങ്ങൾ ഇവിടെ വിളിക്കുന്നത് വട സതീശെന്നാ. പിന്നെ ഇവിടെ ചേട്ടൻ പറഞ്ഞേ, അതൊരു ആരോപണമായിട്ട് പറഞ്ഞതാ. അതായത് വി ഡി സതീശനെ അദ്ദേഹത്തിന്റെ സൗന്ദര്യം കണ്ടിട്ടാണ് സ്ത്രീകൾ വോട്ട് ചെയ്യണേന്ന്. അത് ശരിയാണോ? നമസ്കാരം. ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറ. എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. വി ഡി സതീശൻ 25 കൊല്ലമല്ലേ പറവൂര് ഭരിക്കുന്നു. എന്തെങ്കിലും മാറ്റം ഉണ്ടോ പറവൂര്? ഒരു മാറ്റമില്ല. ഈ നാട്ടിൽ മത്തായിച്ചിന്റെ വില എന്താണെന്ന് 8 രൂപ 50 പൈസ. എന്നാലും ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. പഴയ പറവൂര് തന്നെ ഇപ്പോഴും. അത് വൈപ്പിങ്കര ചെന്ന് നോക്ക്. വൈപ്പിങ്കര 5 കൊല്ലം കൊണ്ട് പല വികസനം, റോഡ്, കാൽനട യാത്രക്കാർക്ക് പോകാനുള്ള സൗകര്യം എല്ലാവരും വൈപ്പിങ്കരായി. ഇവിടെ ഒരു സൗകര്യമില്ല. ആളുകളുടെ ഇടയിൽ വില മതിക്കാനകത്ത വിലയാ, തേങ്ങ കൊലയാ. ആ 25 കൊല്ലത്തെ പറവൂര് ഇപ്പോഴും അത് തന്നെ. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണ്. പറവൂർ മണ്ഡലത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരാള് കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആയി എന്ത് ചെയ്യും? അയാൾ വായിലാക്കൊണ്ട് പറയാനും പറ്റുള്ളൂ, അല്ലാതെ മുഖ്യമന്ത്രി ആയിട്ട് ഇരിക്കാനുള്ള യോഗ്യത നോക്കില്ല. പുള്ളിക്കാരൻ എങ്ങനെയാണെന്ന് തോന്നുന്നത്? ക്യാരക്ടർ എങ്ങനെയാണ് പുള്ളിയുടെ? അങ്ങേരെ സൗന്ദര്യം കൊണ്ട് ഇവിടെ പെണ്ണുങ്ങൾ വോട്ട് ചെയ്ത് ജയിച്ചാണ്, അല്ല വേറെ ഒന്നുമല്ല. സതീശൻ സുന്ദരനാണല്ലേ? ഓ ഐ സി. സൗന്ദര്യം കൊണ്ട് പെണ്ണുങ്ങൾ വോട്ട് ചെയ്ത് അയാളെ ജയിച്ചാണ്, അല്ലാതെ ഇവിടെ ഒരു പ്രവർത്തനം അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലാതെ ഇവിടെ ഒരു പ്രവർത്തനം നടക്കണം. ഞാൻ എന്റെ ഭാര്യയെ പോയൊന്നും മര്യാദക്ക്. വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവുന്നതിനെ കുറിച്ചുള്ള ചേച്ചിയുടെ അഭിപ്രായം എന്താ? എനിക്കൊന്നും അറിഞ്ഞൂടാ. പുള്ളി ആവട്ടെ, എന്താ മണ്ഡലത്തിലൊരു മുഖ്യമന്ത്രി വരുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നല്ല മുഖ്യമന്ത്രി ആയിരിക്കണം. വേണ്ട, നീ വിശ്വസിക്കണ്ട. നീ രാത്രി ഡോറും തുറന്നിട്ട് വായും പൊളിച്ചിരുന്നോ? പിന്നെ ഇവിടെ ചേട്ടൻ പറഞ്ഞേ, അതൊരു ആരോപണമായിട്ട് പറഞ്ഞതാ. അതായത് വി ഡി സതീശനെ അദ്ദേഹത്തിന്റെ സൗന്ദര്യം കണ്ടിട്ടാണ് സ്ത്രീകൾ വോട്ട് ചെയ്യണേന്ന്. അത് ശരിയാണോ? സതീശന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവാനുള്ള ആംബിയർ ഉണ്ടോ? ഇല്ല. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ഞാൻ നല്ല പ്രതിപക്ഷ നേതാവും കൂടിയല്ല. അതല്ലേ, നല്ല സ്ഥിതിയല്ലേ. രാവിലെ ഒന്ന് പറയും, ഉച്ചക്കൊന്ന് പറയും, വൈകുന്നേരം വേറെ പറയും. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. സതീശൻ അടുത്ത തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും? ഹാപ്പി ആയിരിക്കും. എന്താ അഭിപ്രായം വി ഡി സതീശനെ കുറിച്ച്? നല്ല അഭിപ്രായം. ഇവിടെ വികസനമൊക്കെ എങ്ങനെയുണ്ട് പറവൂര്? വികസനം മോശമാണ്. ഈ നാടിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവന്മാരെ പോലുള്ള ഈരകാല മൃഗങ്ങളാണ്. നാളും മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ച് പിന്നെ ഒരു കോൺഗ്രസ് ഭരണമാണെങ്കിൽ അതിലൊരു ചെറുപ്പക്കാരൻ എന്ന് പറയാൻ, ഒരു മിഡിൽ ഏജ് എന്ന് പറയാനായിട്ട് സതീശനുള്ളൂ. ഇതെന്തും മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ഇതിന്റെ ആഗ്രഹം ആര് വന്നാൽ നന്നായിരിക്കും കോൺഗ്രസില്? കോൺഗ്രസിൽ വി ഡി സതീശൻ തന്നെ വരണം. എങ്ങനെയുണ്ട് പറവൂർ മണ്ഡലത്തിൽ ഇത്രയും നാള് ഒരു വോട്ടർ എന്നുള്ള നിലയിൽ എങ്ങനെയുണ്ട് പുള്ളിക്കാരന്റെ പ്രവർത്തനങ്ങൾ? പുള്ളിക്കാരൻ്റെ പ്രവർത്തനം നല്ല പ്രവർത്തനമാണ്. പക്ഷേ വികസനം ഒന്നും ഇവിടെ വന്നിട്ടില്ലേ പറവൂര്? പ്രവർത്തനത്തിനെ കുറിച്ച് നമുക്ക് പറയാനൊന്നുമില്ല, വികസനമൊന്നുമില്ല ഇവിടെ. വി ഡി സതീശന് മുഖ്യമന്ത്രി ആവാനുള്ള ആംബിയർ ഉണ്ടോ? അല്ല, യോഗ്യതയില്ലാത്ത ആളാണ്. എന്തുകൊണ്ടാണ് ചേട്ടൻ അങ്ങനെ പറയുന്നത്? വരൂല, അത് തന്നെ. ഇവിടെ ഒരു വികസനം 25 വർഷമായിട്ട് പുള്ളി നടത്തിയിട്ടില്ല. ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനുള്ള ഇതില്ല, പവറില്ല. കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ പോലും അവർക്ക് പറ്റിയൊരു സാഹചര്യമില്ല. സീരിയസ് ആയിട്ട് പറഞ്ഞാണോ അല്ലെങ്കിൽ നമ്മള് പുതിയതാണോ? എന്തോ നീ കേട്ടിട്ട് ലോക തോൽവിയാണ് പ്രതിപക്ഷം എന്ന് പറയുന്നത്. ലോക തോൽവിയാണ്. ഇപ്പോഴുള്ള ലോക നല്ലൊരു നേതാവില്ല ഇതിന്റെ. വി ഡി സതീശൻ നല്ല നേതാവായിട്ട് കണക്കാക്കി. ഞാൻ കണക്കാക്കിയിട്ടില്ല. അത് രാവിലെ ഒന്ന് പറയും, ഉച്ചക്ക് ഒന്ന് പറയും, വൈകിട്ടൊന്ന് പറയും. അങ്ങനെയുള്ള ആൾക്കാർക്ക് രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പറ്റില്ല. പറഞ്ഞ ഒരൊറ്റ കാര്യം, ഒറ്റ കാര്യം അതിൽ ഉറച്ചു നിൽക്കണം. എനിക്ക് സന്തോഷായി. ഇപ്പോഴെങ്കിലും സാർ ഇത് ചെയ്തല്ലോ, മനസ്സ് നിറയപ്പോ സന്തോഷ. എന്റെ കണ്ണുകൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അല്ല, UDF ഭരണത്തിൽ വരില്ല എന്ന് ഉറപ്പാണ്. ഉറപ്പല്ലേ? തൃപ്തിയായി സാറേ. വി സതീശനെ കുറിച്ച് എന്താണ് പറയുക? അതല്ല പറഞ്ഞ അയാൾ നൊണേഷനല്ലേ? വി ഡി സതീശനല്ല, നൊണേഷനാണ്. അയാൾക്ക് വോട്ട് കിട്ടൂല മാത്രമല്ല കോൺഗ്രസ് പരമാവധി അടിയിലേക്ക് പോകും. ആരാത്? ഇവിടുത്തെ ഏറ്റവും തലവെച്ച പിള്ളേരുടെ സംഘം. ആര് വരണമെന്ന് ആഗ്രഹം? പിണറായിയോ വി ഡി സതീശനോ? സർക്കാരിന് പിന്നെ മൂന്നാം ഘട്ടവും വരണം. ആളുകളുടെ മുമ്പിൽ വെച്ച മനുഷ്യന്റെ വായിൽ കേൾപ്പിച്ചപ്പോൾ തൃപ്തിയായില്ലടാ. കോൺഗ്രസ് അണികളും കോൺഗ്രസ് നേതാക്കന്മാരും കോൺഗ്രസ് പ്രവർത്തകരും അവരെല്ലാവരും ഒരേപോലെ അംഗീകരിക്കുകയും ബഹുമാനിക്കാൻ നേതാവ് അവർക്ക് വരട്ടെ, എന്നിട്ട് ഭരണം പിടിക്കാം. അല്ലാണ്ട് ഭരണം പിടിച്ചിട്ട് എനിക്ക് വന്നുള്ള ഭരണം പിടിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യും? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.